വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ DMKയും സുപ്രീം കോടതിയിൽ. SIR ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം നഷ്ടമാകാൻ കാരണമാകുമെന്ന് ഹർജിയിൽ. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുമെന്നും DMK നേതാവ് RS ഭാരതി നൽകിയ ഹർജിയിൽ പറയുന്നു. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, ബീഹാർ സംഭവത്തിൽ അന്ന് ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നിരുന്നു. ഇന്നിപ്പോൾ ഇതാ DMK വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. എന്താണ് ഹർജിയിലുള്ളത്? ധന്യ, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം 12 സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്ന വേളയിലാണ് ഇപ്പോൾ DMK സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചിരുന്നു DMK. യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. DMKയ്ക്ക് വേണ്ടി DMK നേതാവായ RS ഭാരതിയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ സ്വതന്ത്രവും അതുപോലെ തന്നെ നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനെ SIR തടസ്സപ്പെടുത്തുമെന്നതാണ്. SIR നടത്തിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേരുടെ വോട്ടവകാശം നഷ്ടപ്പെടുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ തന്നെ തമിഴ്നാട്ടിലടക്കം വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. നേരത്തെ നിരവധി വോട്ടർമാർ ഈ 6ാം മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വോട്ടർ പട്ടിക തമിഴ്നാട്ടിൽ നിലവിൽ വന്നത്. അപ്പോൾ SIRന്റെ ഒരു ആവശ്യമില്ല എന്നുകൂടി ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK ചൂണ്ടിക്കാണിക്കുകയാണ്. നാളെ SIRുമായി ബന്ധപ്പെട്ട ചില ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേ ഈ ഹർജി കൂടി സുപ്രീം കോടതി പരിഗണിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തന്നെ ശരി അരവിന്ദ്.